സുഭാഷിതം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. On hearing this, Jesus said to them, It is not the healthy who need a doctor, but the sick. I have not come to call the righteous, but sinners. യേശു അത് കേട്ടവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ യേശു കേട്ടത്? 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ആ സന്ദർഭം വായിക്കുമ്പോൾ, യേശു കടൽക്കരയിൽ ചെന്നു. പുരുഷാരമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. അവനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. ഇത് കണ്ടിട്ട് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ, യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യഹൂദന്മാർ ചുങ്കക്കാരെയും സാധാരണ ജനങ്ങളെയും പാപികളായി കണക്കാക്കിയിരുന്നു. അവരുടെ ഈ ചോദ്യം കേട്ടുകൊണ്ടാണ് കർത്താവ് മറുപടി പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ആരോഗ്യമുള്ളവർ സാധാരണയായി ഡോക്ടറെ അന്വേഷിച്ചു പോകാറില്ലല്ലോ. യേശു അവരോട് പറഞ്ഞത്, ഈ ചുങ്കക്കാരും പാപികളും ആത്മീയമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരാണ്. യേശു അവർക്ക് ഒരു നല്ല വൈദ്യനാകുന്നു. മോശയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതുകൊണ്ട് പരീശന്മാർ നീതിമാന്മാരാണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്നും കൂടി പറഞ്ഞു. ആരെങ്കിലും തങ്ങൾക്ക് പാപമില്ലെന്ന് കരുതുന്നിടത്തോളം കാലം യേശുവിന് അവരെ സഹായിപ്പാൻ കഴിയുകയില്ല. തനിക്ക് രോഗമില്ലെന്ന് കരുതുന്ന ഒരാൾ വൈദ്യസഹായം തേടാത്തതുപോലെ, താൻ നീതിമാനാണെന്ന് കരുതുന്ന ഒരാൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് പാപക്ഷമ സ്വീകരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം. ഇവിടെ ലേവി ചുങ്കക്കാരനായിരുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ അവൻ തീരുമാനമെടുത്തു. അവന്റെ പാപരോഗത്തിന് പരിഹാരം വന്നു. യേശുവിന്റെ ശിഷ്യനായി തീർന്ന ഈ ലേവിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയത്. ഏത് കാലത്തിലും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപരോഗത്തിൽ നിന്ന് വിടുതലുണ്ട്. കാരണം സ്വയനീതിയിൽ ജീവിക്കുന്നവരെ അല്ല, പാപികളെ അത്രേ യേശു വിളിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ശാരീരികമായും മാനസികമായും ആത്മീകമായും രോഗിയായി ജീവിക്കുന്നവരായിരിക്കാം. പാപത്തിനും രോഗത്തിനും നല്ല വൈദ്യനാണ് യേശു കർത്താവ്. സങ്കീർത്തനക്കാരന്റെ പ്രത്യാശയോടെ ചേർന്ന് നമുക്കും പറയാം, യഹോവ എന്നെ രോഗശയ്യയിൽ താങ്ങും. അതുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം, യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമാകും. നാം നീതിമാന്മാരായിത്തീരും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല എങ്കിൽ യേശു നിങ്ങളെ വിളിക്കുന്നു. നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ യേശു രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത്. ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Kൃപയാൽ